ലെവലിലേക്ക് പോകണം. അപ്പം അത് അങ്ങനൊരു വിവരം നടത്തുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെയാണ് നമ്മൾ കളരിപ്പയറ്റിന്റെ പ്രചാരണം നടക്കുന്നത്. ശരിക്കും അതിൽ ഒരുപാട് മാർഷൽ ആർട്ടുകൾ ഇവിടെ ഉള്ളത് കാരണം കളരിപ്പയറ്റിന് വിദ്യാഭ്യാസ മേഖല അത്രയും പ്രാധാന്യം നൽകിയില്ല. അതിലുപരി കളരിയെ ഒരു മുമ്പിൽ നമ്മുടെ കേരളത്തിലെ തനതയായ ഈ കളയെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമായിട്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റിംഗ് കൊണ്ട് മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറവൂര് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്ര നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കളരിപ്പയറ്റിന്റെ പ്രദർശനം നടത്തുന്നത്. അതായത് ജില്ലയുടെ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലയുടെ പ്രസിഡന്റ് KJ മാക്സി MLA, സെക്രട്ടറി ശ്രീ നാരായണൻ ഗുരുക്കൾ, ശിവൻ ഗുരുക്കൾ, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ജില്ലാ കളക്ടർ ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വൈകിട്ട് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ടീമിലേക്ക്, അതായത് നമുക്ക് തലേ ദിവസം വരെ രജിസ്റ്റർ ചെയ്യാം. അതായത് വിവിധ കളരികളിൽ ഇപ്പോൾ നമ്മൾ വെറ്ററൻ വിഭാഗത്തിൽ 50 വയസ്സിന് മേലോട്ട് വരെയും നമ്മൾ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം അതാണ് നമ്മൾ കൂടുതലും കൊണ്ടുകൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 50 വയസ്സിന് മേലോട്ട് കളരിയിലേക്ക് വന്ന് കയറുക, പയറ്റുക, അല്ലെങ്കിൽ ഒരു ഉറുമി വീശുക, വടി വീശുക, ഒരു കൈപ്പോരെടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മളൊക്കെ കുറേ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ ഈ ചെറുപ്പത്തിലെ കളരി പഠിക്കണം, എങ്കിലാണ് കളരിയുടെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 25 വയസ്സ് 30 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ കുട്ടികളോട് അവരോട് കളരി പഠിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നല്ല അന്തസ്സായിട്ട് ഇടിക്കുന്ന കുട്ടികളാണ്. ഒരു ഇടി വന്നാൽ നന്നായിട്ട് ഇടിക്കും. ഇടിയല്ല ഉദ്ദേശിക്കണമെങ്കിൽ പോലും ഒരു മലയിൽ കയറാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറാൻ പറഞ്ഞാലും അവർക്ക് ഒരു കൂസലില്ല, അവർ അന്തസ്സായിട്ട്. മറിച്ചിട്ട് ഇത് ചെയ്യണ ഈ കളരിയിലെ ആയോധനകൾ, അതായത് മെയ്പ്പയറ്റ് അല്ലെങ്കിൽ മെയ് ശരീരം കൊണ്ട് ശാരീരികപരമായും മാനസികപരമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷമത നിലനിർത്തിക്കൊണ്ടാണ്. അതായത് നമ്മുടെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് പരസഹായമില്ലാണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞ കളരി പഠിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആശാന്മാരുടെ അസോസിയേഷൻ്റെ പൂർണ്ണമായ ഒരു ആഗ്രഹം. അപ്പോഴാണ് നമ്മൾ ഈ എന്തെങ്കിലും അസുഖം വന്നൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ തന്നെ നമ്മളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കുറച്ചു നേരം നടക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് എക്സർസൈസ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ കൈയും കാലൊക്കെ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഇതൊക്കെയാണ് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ അത് എൻ്റെ അഭിപ്രായം ഉൾപ്പെടെ ഞാനിപ്പോൾ